ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ കിടക്കുന്നുണ്ട്. നമ്മുടെ അച്ചാച്ചനെ ഉണ്ട് ബെഡ്ഷീറ്റും എല്ലാം വിരിച്ചിട്ടതെല്ലാം ഇങ്ങനെ എല്ലാം ആക്കി ഒരുവിധമാക്കി ഇട്ട് കിടക്കുക. സന്ധ്യയ്ക്കാണ് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ കാപ്പിയരിയൊക്കെ പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരം കിടന്നിട്ട് പിന്നെ എണീറ്റ് പോയി കുറച്ച് കാപ്പിയരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ട്. ചോറൊക്കെ ഉണ്ടിട്ട് പിന്നെ കയറി കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയ്ക്ക് എണീറ്റ് വന്ന് ചോറ് കഴിക്കാൻ വന്നു. അപ്പം മീൻ പീരയും പിന്നെ മത്തി പീര വറ്റിച്ചതും അത് പിന്നെ ഇന്നലത്തെ പിന്നെ ആണെങ്കിൽ ഇച്ചിരി കറിയൊക്കെ ആയിരുന്നുള്ളത്. പിന്നെ അയിലക്കറി ഒക്കെ കൂട്ടിയിട്ട് മീൻ വറുത്തത്, അജുവിന് രാവിലെ വറുത്ത മീനും എല്ലാം കൂട്ടിയിട്ട് ചോറ് ഒരിച്ചിരി ഒരു ഉരുള 2 ഉരുള ചോറ് കണ്ട് തന്നിട്ട് മതിയെന്ന് പറഞ്ഞ് എണീറ്റ് വന്ന് കിടന്നു കഴിഞ്ഞിട്ട് കണ്ട ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് ബെഡ്ഷീറ്റെല്ലാം ഇട്ടേക്കുന്നുണ്ടോ. ഇങ്ങനെയൊക്കെ ആക്കി. സാധാരണ അച്ചാച്ചൻ ഇങ്ങനെ കിടക്കത്തില്ല. അച്ചാച്ചൻ മുണ്ട് നൂത്തിട്ടുകൊണ്ടാണ് കിടക്കുന്നത്. മുണ്ട് മടക്കി കൊടുത്തുകൊണ്ട് ഇറങ്ങി വന്നു. പാത്രത്തിലാണല്ലോ ഇവിടെ ഒരു ബക്കറ്റ് വെച്ചതില്ല അച്ചാച്ചൻ മൂത്രം ഒഴിക്കുന്നത്. ഇപ്പം സമയം 10 മണി കഴിഞ്ഞു, പിന്നെ 10:15 അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ പറഞ്ഞ അച്ചാച്ചന് പിന്നെ ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് ചേമ്പ് പുഴുങ്ങിയത് കഴിക്കണം. ചേമ്പ് പുഴുങ്ങിയതും ചീനി പുഴുങ്ങിയതും കഴിക്കണമെന്ന് പറഞ്ഞ് മുറ്റത്ത് മൂത്രമൊഴിക്കാൻ സാധാരണ സന്ധ്യയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് 6 മണി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് പിന്നെ അകത്തെ മൂത്രം ഒഴിക്കത്തുള്ള ബക്കറ്റിൽ ഇപ്പം വന്നിട്ട് ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് എണീറ്റ് വന്നിട്ട് ഇനി 2 ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മാറും. എന്നിട്ട് പിന്നെ ചേമ്പ് വേണമെന്ന് പറഞ്ഞ് ചേമ്പ് തണ്ട് ഞാൻ ഒരു 3-4 ചേമ്പ് എടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങാനിട്ടു. കപ്പ പറിച്ച് കൊണ്ടുവന്ന് കണ്ട് ചീനി പിഴുത് കൊണ്ടുവന്ന് കണ്ട് വെച്ചേക്കുന്നു. എന്നിട്ട് ചീനിയും കൂടെ കൊടുക്കാം. പിന്നെ ഒരു കാന്താരി മുളക് ഉടച്ച് കൊടുക്കാം. 10:30 കഴിയുമായിരിക്കും, 10:45 എല്ലാം റെഡി ആകുമ്പം. ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇപ്പം പുഴുക്കാ വേണ്ടുന്നതെന്ന് പറഞ്ഞു. എന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതുണ്ടാക്കുമോ ഞാൻ. അപ്പം അച്ചാച്ചൻ പറഞ്ഞ പോലെ ഞാൻ ഇതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട് അച്ചാച്ചനുണ്ട് ചേമ്പും വിത്തും എല്ലാം റെഡിയാക്കി. കപ്പ താണ്ടിരിക്കുന്നു, എൻ്റെ ബാക്കിയിരിക്കുന്നു. അജുവിനും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ചേമ്പ് വീണിട്ടുണ്ട്. അജു തിന്നത്തില്ല, അതുകൊണ്ട് അജുവിനും നമുക്ക് കൊടുക്കണ്ട. പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യൽ സാധനമുണ്ട്, ഉണക്ക മുള്ളൻ വറുത്തത് കേട്ടോ. കണ്ടിരിക്കുന്നു. കടയിൽ നിന്ന് അമ്മ അജുവിന് കൊടുത്തതാണ് കുറച്ച് മുമ്പേ. പിന്നെ ഉണക്കമുള്ളൻ ഇവിടെ ഇല്ലായിരുന്നു. ഉണക്കലിപ്പോൾ ഇവിടെ മേടിക്കാറേ ഇല്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി തിന്നുന്നുണ്ട്. പിന്നെ പച്ചമുളക് കേട്ടോ, നല്ല എരിയ കാന്താരിയെ വെല്ലും പച്ചമുളക് ഉടച്ചതും ഒക്കെ കൂട്ടി അച്ചാച്ചൻ വന്നേക്കുന്നുണ്ട്. അച്ചാച്ചൻ നോക്കുന്നത് കണ്ടു. അച്ചാച്ചന് കൊടുക്കട്ടെ. അച്ചാച്ചൻ ഇത് തിന്നണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ രാത്രിയെല്ലാം വലിച്ചു വിഴുത് കൊടുത്തു. ഇത് ആഗ്രഹിച്ച സാധനമേ, ഒന്നും വേണമെന്ന് പറയുന്ന ആളല്ല. ചേച്ചാ ഉണക്കമീൻ വറുത്തത് വേണോ? വേണ്ട. അതൊന്നും ഇഷ്ടമല്ല ഉണക്കമീൻ വറുത്തത്. എന്നാൽ തിന്നെ ചേച്ചാ, തിന്നെ തൊട്ട് തിന്നെ. ചൂടാന്നോ? തിന്നോ. ഉണ്ടോ? കൊച്ച് എണീറ്റ് വന്ന് കൊച്ച് തിന്നോ. കൊച്ചിന് ഇഷ്ടമുള്ള സാധനമൊക്കെയാണ് കൊച്ചിനും ഇഷ്ടമാണ്. പറഞ്ഞപ്പോഴേ മോനെ അങ്ങനെയല്ല, ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. പിന്നെ പറഞ്ഞപ്പോൾ തന്നെ ചാടി വന്ന് ചീനിയും പിഴുത് അച്ചാച്ചൻ വന്ന് വേണമെന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴേ അജുമോൻ ഓടി വന്ന് രാത്രി ചീനി അങ്ങ് പിഴുത് കൊണ്ടുവന്ന് അച്ചാച്ചന് ഇതാക്കി. മോനെ അവിടെ കൊണ്ടുപോകണ്ട, ഇവിടെ ഇരി. അവനെ ഇവിടെ ഇരിക്കണ്ട, അവന് അപ്പുറത്ത് പോകണമെന്ന്. അപ്പം അത് ആയി. എന്തോ ചീനി മാറ്റി വെച്ചേക്കണേന്നൊക്കെ പറയുവന്നേ. ഇനിയും വേണമെന്നുള്ളത്. ഞാനും അപ്പം 2-3 കഷ്ണം അങ്ങ് തിന്നാം. ഇഷ്ടം പോലെ ഉണ്ട് അജു, ഇഷ്ടം പോലെ വെച്ചേക്കാം. ഞാനും കൂടെ കഴിക്കട്ടെ. നമ്മുടെ ചിക്കു രാവിലെ നിന്ന് പിന്നെ തുടയ്ക്കുന്ന കണ്ടോ, ദേഹമെല്ലാം നക്കി തുടയ്ക്കുക. രാവിലെ ഇവിടുന്ന് ഒരു പോക്ക് പോയി. രാവിലെ അജുമോൻ വെളിയിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു,
ഗേറ്റ് അടയ്ക്കണ്ട, അവൻ വെളിയിലൊന്ന് ഇറങ്ങിയിട്ട് വരുന്നെങ്കിൽ വരട്ടെന്ന് പറഞ്ഞപ്പോൾ സാധാരണ അങ്ങനെ പോകുന്ന അജു ഒരു വടിയെടുക്കുമ്പോഴത്തേന് ചാടി ഇങ്ങ് തിരിച്ചു വരുന്നു. ചാടി ഇങ്ങോട്ട് വന്നിട്ട് അപ്പുറത്തോട്ട് അയ്യത്തോട്ട് കയറി പോയിട്ട് അങ്ങോട്ടങ്ങ് പോയിട്ട് അവിടെ ഏതോ പശുവുള്ള വീട്ടിൽ പോയിട്ട് നമ്മൾ ഈ കോമാളി എന്ന് പറയല്ലേ, കോമാളിക്ക് എല്ലാവരും എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കോമാളി എന്ന് നമ്മൾ പറയുന്നത് ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും അങ്ങനെ ആണോ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ കൊച്ചുനാളിലൊക്കെ അമ്മച്ചിയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ഈ പിന്നെ ചാണകത്തിൻ്റെ ഈ ചാണകവും വെള്ളമെല്ലാം കൂടെ പോയിട്ട് നമ്മൾ എരുത്തിലൊക്കെ കഴുകിയിടുക, അല്ലെ പശു മൂത്രം ഒഴിച്ചിട്ട് ഇടുകയൊക്കെ ചെയ്യുന്ന ആ മൂത്രവും ഈ ചാണകവും എല്ലാം കൂടെ ഒരിതായിട്ട് അങ്ങോട്ട് പോയിട്ട് എവിടെയെങ്കിലും പണ്ടൊക്കെ ഒരു കുഴിയിലോട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ആ കുഴിയിലോട്ട് അതങ്ങ് വിടുമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കോരിയെടുത്ത് കൃഷിക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു ചെയ്യുന്നത് പണ്ട്. അതിന് അന്നൊക്കെ കോമാളി എന്നായിരുന്നു പറയുന്നത്. അതിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അന്നേരം അപ്പം അതിലെങ്ങാണ്ട് പോയി ആ ഒരു ഇതിനകത്ത് മൂത്രവും ചാണകവും കൂടെ ചേർന്ന് ഒഴുകിപ്പോകുന്ന ആ ഒരു വെള്ളത്തിനകത്ത് പോയി കിടന്ന് ഉരുണ്ടിട്ട് ചിക്കു കയറി വന്നു. ചിക്കുവിനെ അജു സ്കൂളിൽ പോകുന്ന നേരത്ത് പോയി നോക്കി, എങ്ങാണ്ട് കണ്ടിട്ട് അജു അതിനെ അവിടുന്ന് ഓടിച്ച് തോട്ടത്തിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് ചിക്കു പോയി ഇങ്ങോട്ട് കയറ്റി. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അപ്പം ഞാൻ ഇവനോട് വിളിച്ചപ്പോഴത്തേന് ഇവൻ ചാടി ഇങ്ങ് വന്ന് ഓടിപ്പോയി എന്നു പറഞ്ഞപ്പോൾ ചാടിപ്പോയി കൂട്ടി കയറി അവിടുന്ന് ഞാൻ പിന്നെ കൊണ്ടുവന്ന് ഇവിടോട്ട് നിർത്തി അങ്ങ് കുളിപ്പിച്ച് മൊത്തം ചാണകത്തിനകത്ത് മുങ്ങി കയറി വന്നേക്കും കേട്ടോ. ചാണകത്തിനകത്ത് മുങ്ങി കയറി വന്ന് ഇട്ട് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തുടയ്ക്കുക എല്ലാം നക്കി തോർത്തി വൃത്തിയാക്കുക ശരീരമെല്ലാം. കുളിയും കഴിഞ്ഞിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുക. നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇന്നേ ചിക്കുവിനെ അങ്ങ് കുളിപ്പിച്ച് അവനെ കുളിച്ച് വൃത്തിയായി കിടക്കും. അതിനെ കോമാളി ഉരുണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിപ്പിച്ചോളുമല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ ദാണ്ട് വന്ന് കിടക്കുന്നു. അച്ചാച്ചനാണെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ രാത്രി എണീറ്റ് ഇരിക്കുമായിരുന്നു. ഗ്യാസ് തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ അരി അടപ്പയിട്ട് ഞാൻ 12:30 കഴിഞ്ഞപ്പോഴാണ് കിടന്നത്. അപ്പം അരി അടപ്പയിട്ടെന്ന് വെച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, എന്നാലും ഞാൻ അരി അടപ്പയിലിട്ടു. എന്നിട്ട് രാവിലെ ആ ചോറ് നല്ല ചൂടായിട്ട് 12:30-ക്ക് 12:30 ആയപ്പോഴാണ് വെന്തത്. അതെല്ലാം വാർത്ത് വെച്ചിട്ട് ഞാനെടുത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത് അടപ്പയിൽ തന്നെ വെച്ച് നല്ല ചൂടായിട്ടിരുന്നു. എന്നാലും എനിക്കൊരു സമാധാനമില്ല, എന്തെങ്കിലും ആയാലോ. പിന്നെ ഞാൻ എന്നിട്ട് കുറച്ചെടുത്ത് അങ്ങ് ആവി പറക്കും, എന്നാലും ഞാൻ കുറച്ചെടുത്ത് അങ്ങ് തിളപ്പിച്ച് ഊറ്റിയിട്ട് അജുവിന് കൊടുത്ത് വിട്ടു കേട്ടോ. അപ്പോൾ കുഞ്ഞ് അതുമായിട്ട് പോയതേ ഉള്ളൂ. അജു അങ്ങോട്ട് പോയി ഇവനെ ഓടിച്ച് വിട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവനെ കുളിപ്പിച്ചിട്ട് ഇവനെ ഒന്ന് കാണിക്കുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കുറേശ്ശെയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കണം. ഞാൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലായിരുന്നു, അജുമോൻ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഒരു മൂട് ചീനി, അത് ഞാൻ പറയും എല്ലാം എലി മാന്തി തിന്നേക്കുന്നതാണ്. നല്ല ഒന്നാന്തരം ഒരു പുഴുക്കിനുള്ളതുണ്ടായിരുന്നു. ഇനി 2 കിഴങ്ങും കൂടി ഇരിപ്പുണ്ട്, അതെടുത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. എന്തെങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ കറി പോലൊരു കറി വെച്ചാലോ എന്നുള്ളത് എൻ്റെ മനസ്സിനകത്ത്. അതിന് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റിയാണ് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇവിടുന്നായിരുന്നത് എടുത്തതാണ്ട് ഇലയൊക്കെ പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 മൂട് പിഴുതെടുത്തു. അധികമൊന്നുമില്ല, എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാം. നമുക്കെങ്ങും ഒരു കഷ്ണം ചീനിക്ക് പോയി നിൽക്കണ്ട. അച്ചാച്ചൻ ഇന്നലെ അച്ചാച്ചൻ പറഞ്ഞു എനിക്ക് പുഴുക്ക് തിന്നണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ചാച്ചന് ചേമ്പ് പുഴുക്ക് തിന്നണമെന്നാണ് പറഞ്ഞത്. ചേമ്പ് പുഴുങ്ങിയത് തിന്നണം. അന്നേരം തന്നെ രാത്രിയിലാണ് പറഞ്ഞത്. അന്നേരം തന്നെ അജു കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, മോനെ രാത്രിയായി. അന്നേരം 8 മണി അങ്ങാണ്ട് കഴിഞ്ഞു, 8 മണിയോ 8:30 എങ്ങാണ്ടായപ്പോഴാണ് അജു കയറി വന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അതുവഴി ഇവിടെ കോന്നി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ്സുകളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ബസ്സുകളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അജുവിന് ഇന്നലെ കച്ചവടം നടന്നില്ല. വണ്ടികൾ വരുമ്പോൾ വണ്ടികളിലൊക്കെ ആയതുകൊണ്ട് അജുമോന് കച്ചവടം ഒന്നും നടന്നില്ലായിരുന്നു. അപ്പോൾ കൂടെല്ലെങ്ങാണ്ട് കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാം കൊടുത്തിട്ട് ഒക്കെ വരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ്
ഇച്ചിരി താമസിക്കുകയും ചെയ്ത്. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ അച്ചാച്ചനോട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തിരി നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. അന്നേരം അച്ചാച്ചൻ പുഴുക്ക് തിന്നണമെന്ന് പറഞ്ഞപ്പം അജിമോൻ പറഞ്ഞതെപ്പോഴാണ് 10 മണിയോ 9:50 എങ്ങാണ്ടായപ്പം പുഴുക്ക് തിന്നണമെന്ന്. 10 മണിക്കെങ്ങാണ്ട് കിടന്നിട്ട് പിന്നെ എണീറ്റ് വന്നു. 10 മണിക്കെങ്ങാണ്ടാന്ന് തോന്നുന്നു വന്ന് പറഞ്ഞത് പുഴുക്ക് തിന്നണമെന്ന്. അന്നേരം തന്നെ പിന്നെ അജിമോൻ ലൈറ്റ് വിട്ടുകൊണ്ട് ഇറങ്ങി. പിന്നെ പുഴുക്കുമെല്ലാം അന്നേരം പുഴുക്കുമെല്ലാം പുഴുങ്ങി കഴിഞ്ഞപ്പോഴായിരുന്നു ഗ്യാസ് തീർന്നത്. എല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അത് അന്നേരമാണ് ഗ്യാസ് തീർന്നത്. ഗ്യാസ് തീർന്നു കഴിഞ്ഞപ്പം ഞാനെന്ത് ചെയ്തു, പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചോറ് അല്ലെങ്കിൽ ചോറ് നമുക്ക് ആവി കയറ്റി എടുക്കാനുള്ള ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അരി അടപ്പയിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനങ്ങ് അരി അടപ്പയിലിടുക ചെയ്തേ. ചക്കയൊക്കെ എല്ലാ വീട്ടിലും ആയെന്ന് തോന്നില്ലേ. ഇവിടെ കണ്ട് ആകാശത്തൊക്കെ ചക്കയായിട്ടുണ്ട്. ആകാശത്ത് ഇതേലെ ഒരെണ്ണം പോലും നമുക്ക് പറിച്ചെടുക്കാനൊക്കത്തില്ല. വരിക്കച്ചക്കയാണ് ആകാശത്തൊക്കെ നിപ്പുണ്ട്. കാണാവോന്ന് എനിക്കറിയത്തില്ല. ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം കാണത്തില്ലായിരിക്കും. താഴെയുണ്ട്. പിന്നെ താഴെ തോടിൻ്റെ അവിടെ ഉണ്ട്. വേറെ ഒരെണ്ണം വിളയാറായി ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ആകാശത്ത് കിടക്കും. നമുക്ക് പറിക്കാനൊന്നും നോക്കത്തില്ല. ഭയങ്കര ഉയരത്തില്ല ഇതൊക്കെ നിപ്പുണ്ട്. ഭയങ്കര രാവിലെ നല്ല വെയിലുറച്ചത് കൊണ്ട് എനിക്ക് കാണുന്നില്ല വീഡിയോ എടുക്കുന്നതിനകത്തൂടെ. നിങ്ങൾക്ക് കാണാമോ എന്നുള്ളത്. ഞാനിങ്ങനെ നമ്മുടെ മുറ്റത്ത് നിന്നിട്ട് അപ്പുറത്തെ കണ്ട് കോഴികൾ നിൽക്കുന്നിടത്തെ നെറ്റൊക്കെ കാണുന്നത്. അതുകൊണ്ട് ചക്ക കാണാമോ എന്ന് എനിക്കറിയത്തില്ല. താഴോട്ടും എല്ലാം അവിടെയും താഴെയെല്ലാം ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ താഴത്തെ പ്ലാവയിലൊക്കെ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ കൂടെ കാണത്തില്ല. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ താഴെ അതേലൊക്കെ ഒരുവിധം പാകമായി വരുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, വറക്കാനും എല്ലാം നല്ലതാണ്. ഞങ്ങൾക്ക് കിട്ടാറ് പോലും ഇല്ല. ആരാണ്ടൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതൊന്നും കിട്ടത്തേ ഇല്ല. നമ്മുടെ താഴോട്ടുള്ളിടമാണ്. ഇവിടെ നമ്മുടെ മുറ്റത്ത് നിന്നുകൊണ്ട് താഴോട്ടുള്ളിടം ഇച്ചിരി കുഴിയാണ് കേട്ടോ. അവിടെ തോടുണ്ട്. തോടൊഴുകുന്നതൊക്കെ ഇതിൽ കൂടെ കാണാവോ എന്നറിയത്തില്ല. നല്ല പിന്നെ ഇതായി കഴിഞ്ഞാലേ നല്ല പിന്നെ വെയിലും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ, വെയിൽ പോലും മഴയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇരപ്പായിരിക്കും പിന്നെ വെള്ളത്തിൻ്റെ. ഇപ്പോഴും എനിക്ക് നല്ലതായിട്ട് കേൾക്കാം വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം. അവിടെ തോടാണ്. അവിടെ നിന്നിങ്ങനെ അങ്ങോട്ട് കിഴക്കോട്ടിങ്ങനെ തോട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. കാപ്പിക്കുരു എല്ലാം പഴുത്ത് നിൽക്കുന്നു. ഈ കാപ്പിയിൽ നിന്ന് കാപ്പിക്കുരുവൊക്കെ പറിച്ചെടുക്കാൻ പാടാണ്. അത് 2-3 സൈസായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. പൂത്തിട്ട് പൂക്കളെല്ലാം പോയിട്ട് ഇനി കായാവാനായിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ പ്രാവശ്യം തീരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഉള്ളത് ആരും പറിച്ചെടുത്തില്ല.